ഹായ് ഫ്രണ്ട്സ്, ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തണ്ട് മുള വന്ന വീഡിയോ ആണ് നമ്മളീ കാണുന്നത്. ശക്തമായ മുളകൾ വന്നിട്ടുണ്ട്. ഓരോ മുട്ടിനും ഓരോ മുളകൾ വീതം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ബ്രസീലിയൻ തിപ്പല്ലി എന്ന് പറയുന്നത്, അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, കുരുമുളക് നമുക്ക് വെള്ളക്കെട്ടുകളുള്ള പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത് അതിൻ്റെ തണ്ടുകൾ ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഇതിന് യാതൊരു കാരണവശാലും ബ്രസീലിയൻ തിപ്പല്ലി ചതുപ്പ് പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുള്ളിടത്തും നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പെട്ടെന്ന് നമുക്കിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മാസം കൊണ്ട് ഇതിന് മുള വരും, ശക്തമായ മുള വരും. ബ്രസീലിയൻ തിപ്പല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സൈഡിലോട്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, ഇതിൻ്റെ തണ്ടിൽ നിന്നും വേര് പൊട്ടി താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന് വേണ്ട വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് തണ്ടിൽ നിന്നും വേര് പൊട്ടിയത് നമുക്ക് കാണാം. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത്, താഴെ നിന്ന് പിന്നെയും വീണ്ടും മുളകൾ പൊട്ടും. ഗ്രാഫ്റ്റ് ചെയ്തതിന് താഴെയുള്ള മുളകൾ നമ്മൾ ഒടിച്ച് കളയേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് ശക്തമായിട്ടുള്ള മുളകൾ വന്ന് അത് നമുക്ക് വേണ്ട രീതിയിൽ അതിൽ നിന്നും നമുക്ക് അതിന് കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. ഇത് എന്നും നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത, കുറ്റിക്കുരുമുളകെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും വീട്ടിൽ കുരുമുളക് ഉണ്ടാക്കുക എന്നല്ല, നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. അന്നേരം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ബ്രസീലിയൻ തിപ്പല്ലിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെള്ളമൊഴിച്ച് വളവും ചാണകപ്പൊടിയും ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നന്ദി, നമസ്കാരം.